ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ഹരിഷ്ണ. ഇന്ത്യ പുരോഗതിയുടെ പാതയിലാണെന്നും സുസ്ഥിരതയുടെ നെടും തൂണായി ലോകം ഇന്ത്യയെ ഉറ്റുനോക്കുകയാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഗാന്ധിനഗറിൽ 10ാമത് വൈബ്രന്റ് ഗുജറാത്ത് ആഗോള ഉച്ചകോടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. വരും വർഷങ്ങളിൽ ലോകത്തെ ഏറ്റവും മികച്ച 3 സമ്പദ് വ്യവസ്ഥകളിൽ ഇന്ത്യയും ഉൾപ്പെടുമെന്നും പ്രധാനമന്ത്രി ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. നിരവധി പുതിയ പദ്ധതികൾ ആരംഭിക്കുന്നതോടെ ഇന്ത്യയിലെ പ്രധാന IT ഹബ്ബായി തിരുവനന്തപുരം ടെക്നോ പാർക്ക് മാറുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ടോറസ് ഡൌൺടൗൺ പ്രോജക്ടിന്റെ ഭാഗമായുള്ള നയാഗ്ര ബിൽഡിംഗ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. മികച്ച മാർക്കറ്റിംഗിലൂടെയും പ്രവർത്തനാന്തരീക്ഷം ഒരുക്കിയും കൂടുതൽ നിക്ഷേപം സംസ്ഥാനത്ത് എത്തിക്കുന്നതിനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. 15ാം കേരള നിയമസഭയുടെ 10ാം സമ്മേളനം ജനുവരി 25 മുതൽ വിളിച്ചു ചേർക്കാൻ ഗവർണറോട് ശുപാർശ ചെയ്യാൻ സംസ്ഥാന മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. കുസാറ്റ് ദുരന്തത്തിൽ മരണമടഞ്ഞവരുടെ കുടുംബങ്ങൾക്ക് 5 ലക്ഷം രൂപ വീതം ധനസഹായം അനുവദിക്കാനും യോഗത്തിൽ തീരുമാനമായി. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നാണ് തുക അനുവദിക്കുക. ഈ വർഷത്തെ റിപ്പബ്ലിക് ദിനാഘോഷത്തോടനുബന്ധിച്ച് വിവിധ സേനാ വിഭാഗങ്ങൾ നടത്തുന്ന പരേഡുകളിൽ തിരുവനന്തപുരത്ത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും ജില്ലാ കേന്ദ്രങ്ങളിൽ മന്ത്രിമാരും അഭിവാദ്യം സ്വീകരിക്കും. അക്ഷരവും അറിവും അധികാരവും നിഷേധിക്കപ്പെട്ട പട്ടികജാതി പട്ടികവർഗ സമൂഹത്തിന്റെ ഉന്നമനത്തിന് പ്രഥമ പരിഗണനയാണ് സംസ്ഥാന സർക്കാർ നൽകുന്നതെന്ന് മന്ത്രി കെ രാധാകൃഷ്ണൻ പറഞ്ഞു. തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിൽ 2023 ഡോക്ടർ BR അംബേദ്കർ മാധ്യമ പുരസ്കാരങ്ങൾ വിതരണം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭരണഘടനാപരമായി പിന്നാക്ക വിഭാഗങ്ങൾക്ക് ആവശ്യമായ പരിഗണന നൽകുന്നതിനാണ് അംബേദ്കർ ശ്രമിച്ചത്. ഈ കാഴ്ചപ്പാടോടെയാണ് സംസ്ഥാന സർക്കാർ പദ്ധതികൾ നടപ്പിലാക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. തൊടുപുഴ ന്യൂമാൻ കോളേജ് അധ്യാപകനായിരുന്ന പ്രൊഫസർ TJ ജോസഫിന്റെ കൈപ്പത്തി വെട്ടിമാറ്റിയ കേസിലെ 1ാം പ്രതി സവാദിനെ കൊച്ചി NIA കോടതി ഈ മാസം 24 വരെ റിമാൻഡ് ചെയ്തു. എറണാകുളം സബ് ജയിലിലേക്ക് മാറ്റണമെന്നും തിരിച്ചറിയൽ പരേഡ് നടത്തേണ്ടതുണ്ട് എന്നുമുള്ള NIA ആവശ്യം അംഗീകരിച്ചുകൊണ്ടാണ് സവാദിനെ റിമാൻഡ് ചെയ്തത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ മാസം 16, 17 തീയതികളിൽ കേരളം സന്ദർശിക്കുമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ. 16-ന് വൈകുന്നേരം കൊച്ചിയിലെത്തുന്ന ശ്രീ മോദി റോഡ് ഷോയിൽ പങ്കെടുക്കും. 17-ന് രാവിലെ പ്രധാനമന്ത്രി ഗുരുവായൂർ സന്ദർശിക്കും. കേന്ദ്ര സർക്കാരിന്റെ ക്ഷേമ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ സംഘടിപ്പിക്കുന്ന വികസിത് ഭാരത് സങ്കൽപ് യാത്ര സംസ്ഥാനത്ത് പര്യടനം തുടരുന്നു. തിരുവനന്തപുരം ജില്ലയിൽ ഗ്രാമീണ മേഖലകളിൽ ചെറുന്നിയൂർ, ഒറ്റൂർ പഞ്ചായത്തുകളിലും നഗരപ്രദേശങ്ങളിൽ വട്ടിയൂർക്കാവ്, ശ്രീകണ്ഠേശ്വരം എന്നിവിടങ്ങളിലും ഇന്ന് പര്യടനം നടന്നു. കൊല്ലം ജില്ലയിൽ നഗരപ്രദേശങ്ങളിൽ കടപ്പാക്കടയിലായിരുന്നു ഇന്ന് യാത്ര. അരനൂറ്റാണ്ടിനു ശേഷം മനുഷ്യനെ വീണ്ടും ചന്ദ്രനിലെത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള ആർട്ടിമിസ് ദൌത്യങ്ങൾ വൈകുമെന്ന് അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസ. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിന് സമീപം 4 ബഹിരാകാശ സഞ്ചാരികളെ ഇറക്കാൻ ലക്ഷ്യമിട്ടിരുന്ന ആർട്ടിമിസ് 3 ദൌത്യം 2026 സെപ്റ്റംബറോടെ മാത്രമേ ഉണ്ടാവുകയുള്ളൂവെന്നും നാസ അറിയിച്ചു. മകരവിളക്കിന് 5 നാൾ മാത്രം ശേഷിക്കെ ശബരിമലയിൽ വൻ ഭക്തജന തിരക്ക് തുടരുന്നു. തീർത്ഥാടകരുടെ വലിയ തിരക്ക് കണക്കിലെടുത്ത് ശബരിമലയിൽ ഇന്നു മുതൽ സ്പോട്ട് ബുക്കിംഗ് ഇല്ല. പമ്പ, നിലയ്ക്കൽ, വണ്ടിപ്പെരിയാർ എന്നീ 3 കേന്ദ്രങ്ങളിൽ മാത്രമാണ് സ്പോട്ട് ബുക്കിംഗ് അനുവദിക്കുക. സീറോ മലബാർ സഭയുടെ പുതിയ മേജർ ആർച്ച് ബിഷപ്പായി ബിഷപ്പ് മാർ റാഫേൽ തട്ടിലിനെ തിരഞ്ഞെടുത്തു. നിലവിൽ ശംഷാബാദ് രൂപതയുടെ ബിഷപ്പാണ് അദ്ദേഹം. കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി സ്ഥാനമൊഴിഞ്ഞ സാഹചര്യത്തിൽ രഹസ്യ ബാലറ്റിലൂടെയാണ് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലിനെ തിരഞ്ഞെടുത്തത്. സ്ഥാനാരോഹണം നാളെ ഉച്ചതിരിഞ്ഞ് നടക്കും. കേരള ഹിന്ദി പ്രചാര സഭയുടെ ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരത്ത് ഇന്ന് സംഘടിപ്പിച്ച വിശ്വ ഹിന്ദി ദിനാചരണം K. മുരളീധരൻ MP ഉദ്ഘാടനം ചെയ്തു. ഭാരതത്തിന്റെ പൊതുഭാഷയും രാഷ്ട്രഭാഷയും എന്ന നിലയിൽ പുതിയ തലമുറ ഹിന്ദി ഭാഷ പഠിക്കുകയും അത് ഉൾക്കൊള്ളുന്ന ദേശീയ ഐക്യത്തിന്റെ സത്ത സ്വാംശീകരിക്കുകയും ചെയ്യണമെന്ന് ശ്രീ മുരളീധരൻ പറഞ്ഞു. മികച്ച ശിശു സൗഹൃദ സേവനങ്ങൾക്ക് നൽകുന്ന ദേശീയ മുസ്കാൻ സർട്ടിഫിക്കേഷൻ സംസ്ഥാനത്ത് ആദ്യമായി ഒരു ആശുപത്രിക്ക് ലഭ്യമായതായി ആരോഗ്യമന്ത്രി വീണ ജോർജ്. കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് IMCH ആണ് 96% സ്കോറോടെ സർട്ടിഫിക്കേഷൻ കരസ്ഥമാക്കിയത്. പൊതുജനാരോഗ്യ കേന്ദ്രങ്ങളിൽ ഗുണനിലവാരമുള്ള ശിശു സൗഹൃദ സേവനങ്ങൾ ഉറപ്പാക്കുകയാണ് മുസ്കാൻ പദ്ധതിയിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത്. കലിംഗ സൂപ്പർ കപ്പ് ഫുട്ബോളിൽ ഗ്രൂപ്പ് ഘട്ടത്തിലെ ആദ്യ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഷില്ലോങ് ലജോങ്ങിനെ 1-നെതിരെ 3 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി. ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ക്വാമി പെപ്ര 2ഉം മുഹമ്മദ് ഐമാൻ 1 ഗോളും നേടി. 39ാമത് സംസ്ഥാന ടെക്നിക്കൽ ഹൈസ്കൂൾ കായികമേള ജനുവരി 12 മുതൽ 14 വരെ തിരുവനന്തപുരത്ത് നടക്കും. നെടുമങ്ങാട് സർക്കാർ ടെക്നിക്കൽ സ്കൂളാണ് കായികമേളയ്ക്ക് ആതിഥേയത്വം വഹിക്കുന്നത്. കായിക മത്സരങ്ങൾ കേരള സർവകലാശാല സ്റ്റേഡിയത്തിൽ നടക്കും. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.